ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്കും ബീഡ്സ് വെച്ചിട്ട് തന്നെയാണോ എന്നുള്ള സംശയം ഉണ്ടാവും. അതെ, ഇന്നും ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അവർക്കൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും, ALL. ഓക്കെ, അറിയാത്തവർക്കാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കാതെ ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബാൻഡ് എലാസ്റ്റിക് കട്ടാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് എത്രത്തോളം അളവാണ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത്തിരി അളവ് കൂടിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ബാൻഡ് എലാസ്റ്റിക്കിലോട്ട് 5 വൈറ്റ് ബീഡ്സ് 6mm 5 വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ലോക്കൽ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തോന്നും ഇവിടുന്ന് സ്കിപ്പ് ചെയ്തിടുക, ഇത് തന്നെ ആയിരിക്കുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടതായിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടാണ്. നിങ്ങൾക്ക് തോന്നും ഇത് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള അതേ സെയിം ആണോ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. ഓരോന്നും ഓരോ ഡിസൈനിലാണ്, പക്ഷേ എല്ലാത്തിലും ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങളും മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ത്രെഡ് ആ ഒരു ഉള്ളിലൂടെ എടുത്തിട്ട് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു പർപ്പിൾ ബീഡ്സിൻ്റെ പർപ്പിൾ അല്ല, ലാവണ്ടർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട്, ഉള്ളിലൂടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞാൻ ആ കൈയിൻ്റെ വിരൽ വെച്ചിരിക്കണല്ലോ ആ ഭാഗത്തിലൂടെ എടുത്തിട്ട് നമ്മൾ 2 ബീഡ്സ് ലാസ്റ്റത്തെ 2 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് താഴെയിൽ നിന്ന് മുകളിലോട്ടായിട്ടാണ് നമ്മൾ ആ ഒരു ത്രെഡ് എടുക്കുന്നത് കേട്ടോ. അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ മറ്റേ ഭാഗത്തും ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഒരു ബീഡ്സ് നമുക്ക് ആ ഒരു സെൻറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ല, അത് സെൻറ്ററിലോട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് അത് ക്ലോസ് ആവണില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി നിങ്ങൾ കാണാം. ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ 5 ബീഡ്സ് ഇട്ട് കൊടുത്ത് അതിൽ ഒരു ബീഡ്സ് അവിടെ നിർത്തിയിട്ട് നമ്മൾ ലോക്കിംഗ് സിസ്റ്റം ചെയ്തതിന് ശേഷം ഒരു ബീഡ്സ് അവിടെ നിർത്തിയിട്ട് ഒരു സൈഡിലുള്ള 2 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് ത്രെഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേ സെയിം മെത്തേഡ് തന്നെ ഇടത് സൈഡിലും വലത് സൈഡിലും 2 സൈഡിലും ഒരുപോലെ ചെയ്യണം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് സിസ്റ്റം ആണ് ചെയ്യുന്നത്, ലോക്കിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഏറ്റക്കുറച്ചിൽ വരുന്ന ഭാഗം ഈ ഒരു ലെവൽ ചെയ്ത് പോകുന്ന ടൈമിൽ തന്നെ നിങ്ങൾ കറക്റ്റാക്കിയിട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് 2 ഭാഗം ഒരേ അളവിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഒരു വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് ഫില്ലായി വരും. നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ചില ഭാഗത്ത് എനിക്ക് ചില ഫാൾട്ടുകൾ ഉണ്ടായിരിക്കാം, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഐഡിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓരോ കാഴ്ചപ്പാടുകളും ഓരോ വർക്കുകളുമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ സെയിൽ ചെയ്യുക കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊരു ബീഡ്സ് ഇട്ട് കൊടുത്ത് ലോക്കിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അടുത്തതും അതേ സെയിം മെത്തേഡ് തന്നെയാണ്. അടുത്തൊരു വൈറ്റ് ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലോക്കിംഗ് സിസ്റ്റം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇപ്പോൾ ഒരു ഭാഗം കണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഇനി ബാക്കി ചെയ്യുക, അങ്ങനല്ല കേട്ടോ. ഇതിൻ്റെ ബാക്കി ഡിസൈൻ എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു 2 ബീഡ്സ് നമ്മളവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു സൈഡിലായിട്ട് വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലത് സൈഡിലും ഇടത് സൈഡിലും ഓരോ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്തിരി മിസ്റ്റേക്ക് ഉണ്ടാകും, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് എന്താണ് പറയുന്നതെന്നൊന്നും എനിക്ക് തന്നെ ഒരു ധാരണ ഇല്ല. ഒരു അസ്വസ്ഥത പോലെ ഉണ്ട് കേട്ടോ.
എല്ലാ ഭാഗത്തും നല്ല മഴയാണല്ലോ അല്ലേ. നിങ്ങൾ സേഫായിട്ടിരിക്കുക. ഓക്കെ. എന്നതിന് ശേഷം നമ്മൾ 2 സൈഡിലും ഓരോ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലാവണ്ടർ ഷെയ്ഡ് ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റൗണ്ടിലൊരു ഫ്ലവറാണ് ചെയ്തെടുത്തത്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളൊരു ഹാഫ് ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒരു ലാവണ്ടർ ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ 2 mm ബീഡ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ആദ്യം 2 6 mm ബീഡ്സ് ഇട്ട് കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ 2 mm ബീഡ്സ് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഫ്ലവറിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയണമെന്നില്ല. നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോയിൽ ഏത് രീതിയിലാണോ ഞാൻ ചെയ്യുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഒത്തിരി ആളുകൾ ഓരോ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, പേഴ്സണലായിട്ട് വന്നിട്ടൊക്കെ. ഇൻഷാ അല്ലാഹ് എല്ലാം ഓരോന്നായിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ എനിക്ക് ഇത്തിരി സമയം നിങ്ങൾ തരണമെന്ന് മാത്രം, ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത്തിരി സമയം തരണമെന്ന് മാത്രം, വേറെ ഒന്നും കുഴപ്പമില്ല. ഓരോ വീഡിയോസായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി ആളുകൾക്ക് നമ്മൾ സ്പീഡാക്കി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പുള്ള, സ്പീഡാക്കി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് മനസ്സിലാവണില്ല. ചില ആളുകൾക്ക് എന്താ പറയുക, ഒറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും ആ ബുദ്ധിമുട്ട് വരിക. പക്ഷേ ആ ഒരു ആളെയും കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. ചിലപ്പോൾ 2 ആളുകൾക്കായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് അത് മനസ്സിലാവണില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും സ്പീഡാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗം വിട്ടു പോകാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഓക്കെ. അതുപോലെ ഈ ഒരു ബ്രേസ്ലെറ്റ് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ആ ഭാഗം സ്പീഡായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിൽ വേറൊരു ഡിസൈനിൽ ഞാൻ ഒരുപാട് മെത്തേഡിൽ ഈ ഒരു ബാൻഡ് എലാസ്റ്റിക് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലാസ്റ്റിൽ ഫൈനലിൽ കെട്ടിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇതൊരു വേറൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റ് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റിൽ. അപ്പോൾ തൊട്ട് മുമ്പുള്ളത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള വർക്കിനായിരുന്നു. ഇത് വേറൊരു വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേറെ രീതിയിലാണ് നമ്മൾ കെട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെന്ന് പറയുമ്പോൾ നമ്മൾ 2 അറ്റത്തും ബീഡ്സാണ്. ആ ബീഡ്സിൻ്റെ ഹോളിലൂടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വേറൊരു സെയിം മെത്തേഡിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിലാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കെട്ട് ഭാഗങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പരമാവധി നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. നല്ല നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത ഭാഗം ഏതാണെന്നുള്ളതെങ്കിൽ ആ ഭാഗം റിപ്പീറ്റ് ചെയ്ത് 2-3 തവണ നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം നല്ല രീതിക്ക് നിങ്ങൾക്കത് മനസ്സിലായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ജ്വല്ലറി ഐറ്റംസിനൊന്നും റേറ്റ് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ ഇത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ ബീഡ്സ് കൊടുത്ത് ജസ്റ്റ് ഓരോ ഡിസൈനും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ബീഡ്സ് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യുന്ന ബ്രേസ്ലെറ്റിന് 35 രൂപ റേറ്റ് വരുന്നുണ്ട്. ഓക്കെ. അത് ഇനി ഇപ്പോൾ നെയിം വെച്ചിട്ടുള്ളതായാലും അല്ലാതെ സാധാ ബീഡ്സ് ഇട്ടിട്ടുള്ളതായാലും ഗ്ലാസ് ബീഡ് അല്ലെങ്കിൽ മാർബിൾ ബീഡ് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കായാലും സാധാ ടൈം ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാൻഡ് എലാസ്റ്റിക് എടുത്ത് അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോർത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മൾ അതിന് വാങ്ങുന്ന റേറ്റ് എത്ര? 35 രൂപ അല്ലേ.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാനുള്ളൂ. ഒരു പ്രത്യേക ഡിസൈനിലോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ റേറ്റിൽ എന്ത് മാറ്റം വരും, ഓരോ നമ്മൾ വർക്കിനനുസരിച്ച് നമ്മളുടെ എന്താ പറയുക സമയം എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ അതിനൊരു ചാർജ് ഇടാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഫൈനലിലോട്ട് വരുമ്പോഴാണ് ഞാനിതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറയുന്നത് എത്ര ആവും എന്നുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇത് സാധാരണ ഈ ഒരു കെട്ടിടൽ എല്ലാവർക്കും അറിയാവും. ജസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വേറെയും വർക്ക് അതിൽ ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം, ഒരു സൈഡ് ഭാഗം നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് നമ്മൾ മറ്റേ സൈഡ് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേന് ആ ഒരു സൈഡ് നമ്മളുടെ പിരി അഴിഞ്ഞ് പോവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ആ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട്. എന്നിട്ട് നമ്മൾ ഒരു ഏകദേശം അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ബാൻഡ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. ഇതിൻ്റെ ഒരു ഭാഗത്തോട്ടല്ല ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളൂ, മറ്റേ ഭാഗത്തോട്ടും കൂടി ചെയ്താലല്ലേ നമുക്കത് ബ്രേസ്ലെറ്റ് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബീഡ്സ് സെൻറ്ററിൽ വരുന്ന ആ ഒരു വൈറ്റ് സെൻറ്ററിൽ വരുന്ന ബീഡ്സിലൂടെ നമ്മൾ ഈ ബാൻഡ് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഭാഗമായിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ വൈറ്റ് ബീഡിട്ട് കൊടുത്തിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് ആ ഒരു വർക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വൈറ്റ് ബീഡിട്ട് കൊടുത്തിട്ട് വേണം അതൊന്ന് ലോക്ക് ചെയ്തെടുക്കാൻ. ആ ഒരു സെൻറ്ററിൻ്റെ ഇങ്ങേ വശത്തായിട്ട് നമ്മൾ കണ്ടില്ല ഒരു വൈറ്റ് ബീഡ് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് അവിടെ നിന്നും ചെയ്യേണ്ടത്. നമ്മൾ ഇന്നലെ ഒരു കമ്മലുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളുടെ തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. ഓരോ ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ സെൻഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഓരോ ഫോട്ടോസും അതുപോലെ വീഡിയോസും അതിൻ്റെ എല്ലാം ഫുൾ വീഡിയോസും നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ശേഷം രണ്ട് സൈഡിലായിട്ട് വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു. എന്നതിന് ശേഷം ലാവണ്ടർ ഷെയ്ഡ് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്തു. നമ്മൾ ആ ഒരു കമ്മലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഫൈനലിലോട്ട് എത്തി, ഫൈനലിൽ നിന്ന് താഴോട്ട് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും നമുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുക, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നല്ല രീതിക്ക് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇപ്പോഴും വീഡിയോസ് ലൈക്ക് ചെയ്യാതെ കാണുന്ന വ്യക്തികളുണ്ടാവും. ഇപ്പോൾ ഈ ഒരു വീഡിയോ പകുതിയായിട്ടും ലൈക്ക് ചെയ്യാതെ കാണുന്ന വ്യക്തികളുണ്ടാവും അല്ലേ. അപ്പോൾ അവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഓരോ വീഡിയോസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു എന്താ പറയുക ആലോചനയിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ നമ്മളിത് കണ്ട് പഠിച്ചതോ പോയി പഠിച്ചതോ വർക്ക് ചെയ്തൊക്കെ പഠിച്ചതോ ഒന്നും അല്ല. ഞാൻ സ്വയം ചെയ്ത് എൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു എന്താ പറയുക തപ്പിപ്പഴ ഉണ്ടാവും എല്ലാ വീഡിയോസിലും. ഞാൻ തന്നെ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഓരോ വർക്കും നിങ്ങളിലേക്ക് എത്തിക്കണം. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തതോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എല്ലാ വീഡിയോസിലും പറയണമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത് പറയേണ്ടതായിട്ടുണ്ട്. ഓരോ വീഡിയോസിലും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. അവരോടൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ അറിയുന്ന അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് എല്ലാ കാര്യങ്ങളും കുറച്ച് ഞാൻ ചെയ്യും. അത് തൊട്ട് മുമ്പേ എനിക്കുള്ളൊരു വീക്ക്നെസ്സാണ് എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് കേട്ടോ. ഇപ്പം നമ്മളൊരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ ആ മോഡൽ എങ്ങനെ ചെയ്യാം നല്ല കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിൽ ഷോപ്പിൽ നിന്ന് കണ്ട വർക്കുകളൊന്നുമില്ല കേട്ടോ. ഷോപ്പിൽ നേരിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റാണുള്ളത്. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കെട്ടിടുന്നത് ഞാനതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തൊട്ട് മുമ്പുള്ള ഒരു ബ്രേസ്ലെറ്റിൽ ചെയ്ത ആ ഒരു കെട്ടിങ് അല്ല ഇതിലുള്ളത്. ഇത് വേറെയാണ്. ഓരോ വർക്കിനനുസരിച്ചാണ് അതാത് കെട്ട് വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ
നമ്മൾ ഷോപ്പിലൊക്കെ സാധാരണ ഉള്ള ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബീഡ്സിൻ്റെ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ത്രെഡിലോട്ട് ബാൻഡ് എലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിലോട്ട് ബീഡ്സുകൾ ഇപ്പോൾ മാർബിൾ ബീഡ്സ് ആണെങ്കിലും എല്ലാ ക്രിസ്റ്റൽ ബീഡ് ആണെങ്കിലും ഏത് ബീഡ്സ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കോർത്തിട്ട് കഴിഞ്ഞാൽ അതിനവർ 35 രൂപയാണ് കണക്കാക്കുന്നത്. 35 രൂപയിൽ കുറഞ്ഞില്ല നമ്മളിവിടെ ഷോപ്പുകളിലൊന്നും. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഇത് പ്രത്യേക ഡിസൈനോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതുപോലത്തെ വർക്കുകളൊന്നും ഞാൻ ഷോപ്പുകളിൽ കണ്ടില്ല. ഇനി വലിയ വലിയ ഷോപ്പുകളിൽ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പൊതുവേ വാങ്ങാറില്ല. നമ്മൾ തന്നെ സ്വയം ചെയ്തെടുക്കാറാണുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്താണ്. എത്രത്തോളം ഭംഗിയുണ്ട് എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത് നിങ്ങളാണ് മനസ്സിലാക്കി പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒത്തിരി ആളുകൾ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യാം, ഇതുപോലെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും, എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. കാരണം ശരീരം കൊണ്ട് വയ്യാത്ത ആളുകൾക്കായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കാരണം ഇത് നമുക്ക് പ്രത്യേകിച്ച് ഭാരമുള്ള പണികളോ ഒന്നുമല്ല. ഇത് നമ്മൾ ജസ്റ്റ് നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. ഇത്തിരി കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിന് കിട്ടുന്നൊരു സുഖമുണ്ട്. അതൊരു പ്രത്യേക സുഖം തന്നെ കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ എനിക്കിതൊരു എന്താ പറയുക, ഒരു പാഷനായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. നമ്മളുടെ ഒരു വരുമാനത്തിലുപരി നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വർക്കിനെ എടുത്തിട്ടുള്ളത്. ഇതൊരിക്കലും ഞാൻ ഇത്രത്തോളം സക്സസ്ഫുള്ളായി എൻ്റെ ബിസിനസ് വളരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ഉയരങ്ങളിൽ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് കേട്ടോ. ഇപ്പം ഞാനിവിടെ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ആ കെട്ടിട്ട് കൊടുത്തപ്പോൾ അതൊന്ന് തിരിഞ്ഞ് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, എങ്കിലും കൂടിയിട്ട് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ തന്നെയല്ലേ. ഞാൻ പറയാറുണ്ട്, ഞാൻ സെയിലിങ്ങിന് എല്ലാ വീഡിയോസിനാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കറക്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് നമ്മളുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം നിങ്ങൾക്കൊരു 45-50 ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഈ ഒരു കട്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് പൊട്ടിപ്പോരുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.